AD 90-95 കാലഘട്ടത്തിൽ യേശുവിന്റെ ശിഷ്യന്മാരിൽ ജീവനോടെ ശേഷിച്ചിരുന്ന അവസാന അപ്പോസ്തലനായ യോഹന്നാന് ദൈവവചനത്തിന്റെയും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന്റെയും നിമിത്തം പത്മോസ് എന്ന ചെറിയ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. ഒരു ഞായറാഴ്ച കർത്താവിന്റെ ദിവസത്തിൽ അവിടെ യോഹന്നാന് ഒരു അത്ഭുത ദർശനം ലഭിച്ചു. അതൊരു സാധാരണ ദർശനമായിരുന്നില്ല. ഉയർത്തെഴുന്നേറ്റ മഹത്വമുള്ള യേശുക്രിസ്തു നേരിട്ട് സംസാരിക്കുകയായിരുന്നു. യേശു യോഹന്നാനിലൂടെ 7 സഭകൾക്കുള്ള സന്ദേശങ്ങൾ വെളിപ്പെടുത്തി. സഭകളുടെ ആത്മീയ അവസ്ഥ വെളിപ്പെടുത്തി. ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി. സ്വർഗത്തിന്റെ മഹത്വം, സാത്താന്റെ യുദ്ധം, അന്ത്യകാല സംഭവങ്ങൾ, യേശുവിന്റെ 2ാം വരവ്, അവസാന ന്യായവിധി, പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഇവയെല്ലാം യോഹന്നാൻ കണ്ടു. ഈ ദർശനമാണ് ഇന്ന് നാം വെളിപ്പാട് പുസ്തകം അഥവാ റെവലേഷൻ എന്ന പുസ്തകത്തിലൂടെ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ തുടക്കത്തിൽ യേശു ആദ്യം സംസാരിച്ചത് 7 സഭകളോടായിരുന്നു. അവയിലെ ആദ്യത്തെ സഭയാണ് എഫെസോസ് സഭ. എഫെസോസ് സഭയെ യേശു ആദ്യം പ്രശംസിക്കുകയും പിന്നീട് അവരെ ശാസിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. അവരെ യേശു പ്രശംസിക്കുന്നത് അവരുടെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, അവർ പീഡനങ്ങളെ സഹിച്ചതും, അതേപോലെ ഫാൾസ് ടീച്ചിങ്സ് അല്ലെങ്കിൽ നിക്കോലിയരുടെ പഠിപ്പീര്, അതൊക്കെ അവർ തിരിച്ചറിയുകയും ചെയ്തു. എന്നാൽ അതേ സഭയോട് യേശു പറയുന്നത് നിങ്ങളുടെ ഒരു കുറ്റമുണ്ട്, അതായത് നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞുവെന്ന്. എന്താണ് ഈ എഫെസോസ് സഭയുടെ യഥാർത്ഥ കഥ? എന്തുകൊണ്ടാണ് യേശു അവരെ പ്രശംസിക്കുകയും പിന്നീട് ശാസിക്കുകയും ചെയ്തത്? അതേപോലെ എഫെസോസ് സഭ ഇന്നും നമ്മൾ ഓരോരുത്തരെയും, അതേപോലെ ഇന്നത്തെ സഭയെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എഫെസോസ് റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്നായിരുന്നു. അവരുടെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം വന്നിരുന്നത് ആ നഗരത്തിന്റെ ഹൃദയത്തിൽ നിന്നിരുന്ന ലോക പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ നിന്നായിരുന്നു, ടെമ്പിൾ ഓഫ് അർത്തമീസ്. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ട ഈ ക്ഷേത്രം ആയിരങ്ങൾക്ക് തൊഴിൽ നൽകി. വെള്ളി വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന വലിയ വ്യാപാരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ നഗരത്തിലേക്ക് സുവിശേഷവുമായി AD 52-55 കാലഘട്ടത്തിൽ ഒരാൾ വന്നു, അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തല പ്രവർത്തികൾ 19-ാം അധ്യായത്തിൽ പൗലോസ് എഫെസോസിൽ എത്തുന്നതായിട്ട് കാണാം. പൗലോസ് ഏകദേശം 3 വർഷം എഫെസോസിൽ ശുശ്രൂഷ ചെയ്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി പൗലോസിനെ ഉപയോഗിച്ചു. അനേകം രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ദുഷ്ടാത്മാക്കൾ പുറത്തുപോയി. അങ്ങനെ എഫെസോസ് നഗരം മുഴുവൻ യേശുവിന്റെ നാമം കേൾക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ മന്ത്രവാദികളായ ചില യഹൂദന്മാർ യേശുവിന്റെ നാമം ഒരു മന്ത്രം പോലെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. അവിടെയുള്ള മഹാപുരോഹിതനായ സ്കേവ എന്ന യഹൂദന്റെ 7 പുത്രന്മാർ യേശുവിന്റെ നാമം ഒരു മന്ത്രം പോലെ ഉപയോഗിച്ചു. അങ്ങനെ അവർ ഒരു ദുരാത്മാവ് പ്രാപിച്ച ഒരു മനുഷ്യന്റെ അടുത്ത് ചെന്നു യേശുവിന്റെ നാമം ഉപയോഗിച്ചു. ആ ദുരാത്മാവ് പ്രാപിച്ച മനുഷ്യൻ അവരോട് തിരിച്ച്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെ ഞാൻ അറിയുന്നു, പക്ഷെ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അങ്ങനെ ആ ദുരാത്മാവ് പ്രാപിച്ച മനുഷ്യൻ സ്കേവാവിന്റെ 7 പുത്രന്മാരെ ഉപദ്രവിക്കുകയും അവർ നഗ്നരായി ആ ദേശം വിട്ട് ഓടുകയും ചെയ്തു. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. എഫെസോസ് നഗരം നടുങ്ങി. അവർ തിരിച്ചറിഞ്ഞു, യേശുവിന്റെ നാമം ഒരു മന്ത്രമല്ല, അത് യഥാർത്ഥ അധികാരമാണ്. അതിനുശേഷം നഗരത്തിൽ വലിയ ആത്മീയ ഉണർവ് തുടങ്ങി. മന്ത്രവാദ പുസ്തകങ്ങൾ ആളുകൾ പൊതുവായി കത്തിച്ചു. ഇതൊരു വികാരത്തിന്റെ പുറത്തായിരുന്നില്ല, മറിച്ച് യഥാർത്ഥ മാനസാന്തരമായിരുന്നു. ആ സമയത്ത് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന തട്ടാനായിരുന്നു ദെമേത്രിയോസ്. അദ്ദേഹത്തിന്റെ കീഴിൽ ധാരാളം ആളുകൾ ജോലി ചെയ്തിരുന്നു. എഫെസോസിലുണ്ടായ ആത്മീയ ഉണർവ് കാരണം ആളുകൾ അർത്തമീസ് ക്ഷേത്രത്തിലേക്ക് വരാതെയായി. അത് അവരുടെ ബിസിനസിനെ ബാധിച്ചു. ദെമേത്രിയോസ് ആളുകളോട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം ഇല്ലാതെ ആയാൽ എഫെസോസിന്റെ സമ്പത്ത് ഇല്ലാതെയാകുമെന്നും ഏഷ്യയിൽ മുഴുവനും ലോകം മുഴുവനും ഭജിച്ചു പോരുന്നവളുടെ മഹാത്മ്യം ഇല്ലാതെയാകുമെന്നും പറഞ്ഞു. അങ്ങനെ ഒരു കലാപം തന്നെ എഫെസോസിലുണ്ടായി. ഈ പ്രതിസന്ധികളെ ഒക്കെ എഫെസോസ് സഭ ഓവർകം ചെയ്യും. അതുകൊണ്ടാണ് യേശു എഫെസോസ് സഭയെ പ്രശംസിക്കുന്നത്. അവരുടെ പ്രയത്നവും പ്രവൃത്തിയും സഹിഷ്ണുതയും ഒക്കെ യേശു കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അന്ന് എഫെസോസിലുണ്ടായ കലാപത്തിന് ശേഷം പൗലോസ് മക്കദോനിയയിലേക്ക് പോകും. പൗലോസിന് ശേഷം അപ്പല്ലോസ് സഭയിൽ ശുശ്രൂഷിക്കും. പിന്നീട് കുറേ വർഷങ്ങൾ കടന്നുപോകും. പുതിയൊരു തലമുറ തന്നെ എഫെസോസ് സഭയിലേക്ക് എത്തും. ഈ പുതിയ തലമുറയുടെ വരവോടുകൂടിയാണ് എഫെസോസ് സഭയിലേക്ക് തെറ്റായിട്ടുള്ള പഠിപ്പീര്, ഫാൾസ് ഡോക്ട്രിൻസ് ഒക്കെ വരുന്നത്. പ്രത്യേകിച്ചും നിക്കോലാവിയരുടെ പഠിപ്പീര്. അതിനെപ്പറ്റിയും യേശു ആ സഭയെ പ്രശംസിക്കുന്നുണ്ട്. അതായത് അവർ ആ ഫാൾസ് ടീച്ചിങ്സ് അല്ലെങ്കിൽ നിക്കോലാവിയരുടെ നടപ്പൊക്കെ അവർ തിരിച്ചറിഞ്ഞിരുന്നു. എന്താണ് നിക്കോലാവിയരുടെ പഠിപ്പീര് എന്നുകൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തത് ആത്മീയതയും പാപജീവിതവും വേർതിരിക്കുക. അവർ പറയുന്നത്
അതായത് നിങ്ങൾ ആത്മീയരാണെങ്കിൽ ശരീരത്തിൽ എന്ത് ചെയ്താലും പ്രശ്നമില്ല. അതായത് വിശ്വാസം മാത്രം മതി, പാപജീവിതം തുടരാമെന്ന ആശയം. ഇത് ബൈബിളിന് വിരുദ്ധമാണ്. രണ്ടാമത്തത് വിഗ്രഹാരാധനയുമായുള്ള കൂട്ടിച്ചേർക്കലായിരുന്നു. അതായത് വിഗ്രഹങ്ങളോട് ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. ലോകത്തിന്റെ പാപപരമായ ആചാരങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കലർത്തി. മൂന്നാമത് സഭയിലെ നേതാക്കളും സാധാരണ വിശ്വാസികളും തമ്മിൽ ഒരു വേർതിരിവുണ്ടാക്കി. അതായത് സഭാ നേതാക്കൾ മാത്രം ആത്മീയരാണെന്നും അവർ എന്തു പറഞ്ഞാലും സഭയിലുള്ള വിശ്വാസികൾ അനുസരിക്കണമെന്ന രീതിയിലുമാക്കി. ഇത് സഭയിൽ അധികാര ദുരുപയോഗത്തിന് വഴി തുറന്നു. ലളിതമായി പറഞ്ഞാൽ വിശ്വാസം മാത്രം മതി, പാപജീവിതം പ്രശ്നമല്ല എന്നുള്ളത്. പക്ഷെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനും രൂപാന്തരം വരണമെന്നാണ്. എന്നാൽ ആ സമയത്തും എഫെസോസ് സഭ ഒരു കാര്യം ചെയ്തു. അവർക്ക് സ്ട്രോങ് ആയിട്ടൊരു അപ്പസ്റ്റോളിക് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള പഠിപ്പീരുകൾ, ഫോൾസ് ടീച്ചിങ്സ് ഒക്കെ ആ സഭയിൽ പടർന്നപ്പോൾ അവർ അതൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് സത്യത്തെ സംരക്ഷിച്ചു, വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ടാണ് യേശു അവരെ പ്രശംസിച്ചത്. എന്നാൽ അവരിൽ ഒരു കുറ്റം യേശു കണ്ടത് അവരുടെ ആദ്യ സ്നേഹം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതായത് അവർ യേശുവിനായിട്ട് പ്രവർത്തിച്ചു, നല്ലപോലെ ബൈബിൾ പഠിച്ചു, എന്നാൽ യേശുവിനോടൊപ്പം ജീവിച്ചില്ല. അല്ലെങ്കിൽ യേശുവിനോടുള്ള സ്നേഹം എവിടെയോ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതായത് യേശു ഇല്ലാതെ യേശുവിനെ പ്രസംഗിച്ചു, അല്ലെങ്കിൽ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു. എന്നാൽ ഇത് കേവലം എഫെസോസ് സഭയ്ക്ക് മാത്രമുള്ളതല്ല, ഇത് നമ്മൾ ഓരോരുത്തരോടുമുള്ളതാണ്. കാരണം എഫെസോസ് സഭയെ പോലെ തന്നെ നമ്മളിൽ പലരും യേശുവിനെ നിഷേധിക്കുന്നില്ല. നമ്മൾ യേശുവിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എന്നാൽ എവിടെയൊക്കെയോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, യേശുവിനോടുള്ള ആദ്യ സ്നേഹം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന്. കാരണം എഫെസോസ് സഭയെ യേശു ശാസിക്കുക മാത്രമല്ല ചെയ്തേ, അവരെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. ഓർക്കുക, മാനസാന്തരപ്പെടുക, ആദ്യ പ്രവർത്തികളിലേക്ക് മടങ്ങി വരിക എന്നാ പറഞ്ഞേ. കാരണം ഇന്നും സഭകളോടും നമ്മളോടും കർത്താവ് പറയുന്നത് നമ്മളുടെ ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരാനാണ്. യേശുവിനോട് കൂടെ നിന്നിട്ട് യേശുവിന്റെ ശുശ്രൂഷ ചെയ്യണം. യേശുവിനോട് കൂടെ ജീവിച്ചിട്ട് യേശുവിനെ പ്രസംഗിക്കണം. അല്ലാതെ യേശു ഇല്ലാതെ നമ്മൾ ശുശ്രൂഷയും പ്രസംഗവും ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം യേശുവിന് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ ആദ്യ സ്നേഹം തന്നെയാണ്. എന്നാൽ നമ്മൾ നമ്മളുടെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ, നമ്മൾ ജയിച്ചാൽ ദൈവം നമ്മൾക്ക് നൽകുന്നത് ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ തരുമെന്നാണ്. ആ ജീവവൃക്ഷത്തിന്റെ ഫലം റെപ്രസെന്റ് ചെയ്യുന്നത് ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ദൈവ സാന്നിധ്യമാണ്. അതാണ് യേശു വീണ്ടും വാഗ്ദാനം ചെയ്യുന്നത്. സത്യത്തിൽ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ മഹത്വം സ്വർണവീഥികളല്ല, മുത്തുവാതിലുകളല്ല, വേദനയില്ലാത്ത ജീവിതം മാത്രവുമല്ല. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശു അവിടെ ഉണ്ടെന്നുള്ളതാണ്. എഫെസോസ് സഭയോടും ഇന്നത്തെ സഭയോടും യേശു അന്നും ഇന്നും പറയുന്നത് യേശുവിനെ കുറിച്ച് പഠിക്കുക മാത്രമല്ല, യേശുവിനെ സ്നേഹിക്കണം. യേശുവിന് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല, യേശുവിനോടൊപ്പം നടന്ന് പ്രവർത്തിക്കണം. ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. കാരണം അവസാനം ജയിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രതിഫലം യേശുവാണ്.